എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായല്ലോ കണ്ടിട്ട്. അപ്പം ഞങ്ങളിന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കുറച്ച് കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ എന്താ സ്പെഷ്യലായിട്ട് കാണാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ നമുക്കിവിടെ അടുത്ത് കാണാനുള്ളത് മൗണ്ട് മാങ്കനൂയി ആണല്ലോ. അപ്പോൾ നമ്മൾ എന്നാൽ മൗണ്ട് മാങ്കനൂയിലോട്ട് പോവാം എന്ന് വിചാരിച്ച് ഞങ്ങളത് ഇന്ന് മൗണ്ടിലോട്ട് പോവുകയാണ്. അവർ നമ്മുടെ ഒപ്പം ബാക്കിലെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മൗണ്ട് മാങ്കനൂയി. ഏകദേശം കടൽ നിരപ്പിൽ നിന്നും ഒരു 232 മീറ്റർ ഉയരത്തിലുള്ള ഒരു മലയാണിത്. ഈ മല കാണാനായിട്ട് അവധി ദിവസങ്ങളിലും അല്ലാതെയുമൊക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വരും. പിന്നെ നമ്മൾ നാട്ടിലെ പോലെ ഒരു അവധി കിട്ടുമ്പോൾ അപ്പുറ വീട്ടിൽ പോവുക, ഇപ്പുറ വീട്ടിൽ പോയി സംസാരിക്കുക, അങ്ങനെയൊന്നും അതിനൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവരെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ചില്ല് ചെയ്ത് അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പോകും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തിരക്കായിരുന്നു. ഒരു അവധി ദിവസമായിരുന്നുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഇവിടെ മൗണ്ടിലെത്തി. മൗണ്ട് കയറണോ കയറണ്ടേ എന്നുള്ള ചർച്ചയിലായിരുന്നു ചേട്ടനും ചേച്ചിയൊക്കെ. ഞങ്ങൾ ഓൾറെഡി മൗണ്ട് കയറിയിട്ടുള്ളതായിരുന്നു മുന്നൊരിക്കൽ. അപ്പോൾ ഞങ്ങളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 3-3.5 കിലോമീറ്റർ നടക്കാനുണ്ട്, ഒരു 1-1.5 മണിക്കൂർ എടുക്കും കയറി ഇറങ്ങാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മടിയായി. അങ്ങനെ അവസാനം ഞങ്ങളത് ബീച്ചിലോട്ട് പോയി. ബീച്ചിൽ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ നല്ല ക്രൗഡായിരുന്നു. അവിടെ സർഫിങ്ങിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ട്, ഇതൊക്കെ കാണാൻ പറ്റി. പിന്നെ അവിടെ അങ്ങനെ കുറച്ച് നേരം നിന്ന് അവരുടെ ആക്ടിവിറ്റീസൊക്കെ കണ്ടു നിന്നു. കണ്ടു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇതെന്തോ ഒരു കോമ്പറ്റീഷൻ പരിപാടിയാണെന്ന്. അവരെല്ലാവരും മത്സരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം മത്സരം എന്തായിരിക്കും എന്നറിയാനുള്ളൊരു കൗതുകം കൊണ്ട് അവിടെ നോക്കി നിന്നു. വലിയ ആളുകൾ മാത്രമല്ല കേട്ടോ, ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴാണ് നമുക്കും ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് തോന്നുന്നത്. ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ, ഇവിടെ ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേർ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കും. അങ്ങനെ പറഞ്ഞു നിന്നപ്പോഴത്തേക്കും അവരുടെ മത്സരമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കണ്ടു നിൽക്കാനായിട്ട്. അങ്ങനെ ആദ്യം നീന്തിപ്പോയവരൊക്കെ ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തി. അപ്പോൾ ഞങ്ങൾ മത്സരം തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴല്ലേ സംഭവം മനസ്സിലായത്, മത്സരം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ റിലേ സെറ്റപ്പായിരുന്നു അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരാൾ ഫിനിഷിംഗ് പോയിന്റിലെത്തും, എന്നിട്ട് ഓടിച്ച് അടുത്ത ആൾക്ക് കൈ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആയിരുന്നു കോമ്പറ്റീഷൻ. കുറച്ച് നേരം സർഫിംഗ് ഒക്കെ കണ്ടു നിന്നു. പിന്നെ ഞങ്ങൾ ബീച്ചിലൂടെ നടക്കാൻ തുടങ്ങി. ആ കാണുന്ന ചെറിയ മല കയറാനാണ് ഞങ്ങളുടെ പ്ലാൻ. കാരണം മൗണ്ട് മാങ്കനൂയി വലിയ മല കയറാനായിട്ട് താല്പര്യമില്ലായിരുന്നു. കാരണം ഒത്തിരി നടക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മടിയായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൽ നിന്ന് കളിച്ചു. പിള്ളേരൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ബീച്ചിലെ കിളികൾക്കൊക്കെ ഹായ് പറഞ്ഞ് നടക്കുന്ന സമയത്താണ് ഒരു പപ്പയും പിള്ളേരും കൂടിയിട്ട് സാൻഡ് കാസ്റ്റിലൊക്കെ ചെയ്യുന്നുണ്ടത്. നല്ല രസമുണ്ടായിരുന്നു അവർ ചെയ്യുന്ന കാണാനായിട്ട്. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് കടലിൽ കുളിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് കുളി കഴിഞ്ഞ് ബീച്ചിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു മലയെ ലക്ഷ്യം വെച്ച് അങ്ങോട്ട് നടന്നു. മല കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓപ്പോസിറ്റിൽ മൗണ്ട് മാങ്കനൂയി കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആവേശത്തോടു കൂടി മല കയറി തുടങ്ങി. പിള്ളേർക്കൊക്കെ നല്ല എനർജി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഏതാണെങ്കിലും നമ്മൾ നടന്ന് ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തി. നല്ല ഭംഗിയായിരുന്നു അവിടെ എത്തിയിട്ടുള്ള വ്യൂ കാണാനായിട്ട്.
നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന കടലും നീല നിറത്തിലുള്ള ആകാശവും അതിൻ്റെ ഇടയിൽ കൂടെ കുറേ മലകളും നമ്മുടെ മൗണ്ടും എല്ലാം കൂടി കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. അങ്ങനെ അവിടുത്തെ ഏറ്റവും അറ്റത്തെ പാറയിൽ ഇരുന്നിട്ട് ഞങ്ങളൊരു വീഡിയോ എടുത്തു. ആഹാ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാനായിട്ട്. നല്ല മൗണ്ട് മാങ്കനയുടെ അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ദൂരേക്ക് നോക്കി നിന്നപ്പോൾ ഞങ്ങൾ 2 കപ്പലൊക്കെ കണ്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തിരുന്നു. വേറെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, അവരുടെ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന വഴിക്ക് 2-3 പയ്യന്മാർ മീൻ പിടിക്കണ കണ്ടു. ഞങ്ങൾ വീഡിയോ എടുക്കാണ്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്കും നല്ല മോട്ടിവേഷനായിരുന്നു. കുറച്ച് നേരം ഞങ്ങളവർ മീൻ പിടിക്കണതൊക്കെ നോക്കി നിന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നടപടിയാവില്ല, പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ മീനൊന്നും കിട്ടാതെ വിഷമിച്ച് നിൽക്കണം അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. വരണ വഴിക്ക് മീനൊക്കെ പിടിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനുള്ള പരിപാടികളുടെ സെറ്റപ്പുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നിന്നു. അങ്ങനെ സൂം ചെയ്ത് പോയപ്പോൾ അവിടെ ഒരു കല്ലിലൊരു കുരിശ് വരച്ച് വെച്ചേക്കുന്നത് കണ്ടു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ആരെങ്കിലും മരിച്ചതാണോ, ഇനി എന്തെങ്കിലും സൂചന കൊടുത്തേക്കുന്നതാണോ എന്നൊന്നും മനസ്സിലായില്ല. എന്താണെങ്കിലും കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ കടലിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കുറേ നേരം കടലിൽ നിന്ന് കുളിച്ചു. ഒരു മണിക്കൂറോളം ഞങ്ങൾ കടലിൽ ഇറങ്ങി എൻജോയ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴും നല്ല ക്രൗഡായിരുന്നു. അപ്പോഴും തിരക്കൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സൈക്ലിംഗ് ആയിട്ടും ബീച്ച് വോളിബോളായിട്ടും എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന വഴിക്ക് അവിടെ ചുറോസ് എന്ന് പറഞ്ഞൊരു സ്നാക്ക് കിട്ടി. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോക്ലേറ്റ് ഡിപ്പിംഗ് ആയിരുന്നു ഞങ്ങളതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു സ്നാക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ച് കുറച്ച് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കിളികൾക്ക് കൊടുത്തു. നമ്മൾ നമ്മുടെ നാട്ടിൽ പ്രാവുകളെ കാണുന്ന പോലെ ഇവിടെ നമ്മൾ എവിടെ പോയാലും കാണുന്നതാണ് കേട്ടോ ഈ കിളികളെ. ഇതിൻ്റെ പേരെന്തോ സീകൾ എന്നെന്തോ ആണ് ഇതിൻ്റെ പേര്. അങ്ങനെ കുറച്ച് നേരം അവരുടെ അടുത്തും കളിച്ച് നിന്നു. പിന്നെ ഞങ്ങൾ പാർക്കിലോട്ട് പോയി. പാർക്കിൽ വന്നപ്പോഴാണെങ്കിലും നല്ല തിരക്കായിരുന്നു. കുട്ടികളൊക്കെ അവരുടെ പാരൻസിൻ്റെ ഒപ്പം അടിച്ചു വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞത് അടിപൊളിയാട്ടോ. നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. അതുപോലെ എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേർ. അവർ ചെയ്യാത്ത ആക്ടിവിറ്റീസ് ഇല്ല. കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരും നല്ല അടിപൊളി എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരാണ്. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. നമ്മൾ ആദ്യത്തെ വ്ളോഗിലുണ്ടാക്കി ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കാനുള്ള പരിപാടീസിലായിരുന്നു. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവർ 3 ആളും കൂടിയാണ് എന്നെ സഹായിച്ചത്. ഞങ്ങൾ 4 പേരും കൂടി അടിപൊളിയായിട്ട് പുഡിംഗ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവരെനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. 3 ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ പാർലേജ് ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കി. ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് വന്ന് എൻ്റെ പുഡിംഗ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഏതാണെങ്കിലും ഞങ്ങളുടെ ബാറ്ററൊക്കെ റെഡിയായി. ഞങ്ങൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്രിഡ്ജിലിരുന്ന് പുഡിങ് എടുത്ത് തുറന്നു. ഗൈസ് തുമ്പി അങ്ങനെ ചേച്ചി എല്ലാവർക്കും എടുത്ത് മുറിച്ച് കൊടുത്തു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്തായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കിയ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാനായിട്ട്. ടേസ്റ്റ് പറ. ടേസ്റ്റ് ഗുഡാ, മധുരാണ്, നല്ല രസമുണ്ട്. ഓക്കെ ഇനി തുമ്പി പറ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്.
ചെറിയ ടേസ്റ്റ് ഉണ്ട്, പിന്നെ പാലയുടെ ഫ്ലേവർ ആണ്. ഓക്കെ, ഞാൻ ഏതാണെങ്കിലും സൂപ്പർ ഹാപ്പി ആയിരുന്നു. എൻ്റെ പുഡിങ്ങിന് നല്ല അടിപൊളി റേറ്റിംഗ് കിട്ടി. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. പിന്നെ പുഡിങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു ഗൈസ്. നല്ല രസമായിരുന്നു കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട്. ഞാനും കൂടി അവരുടെ കൂടെ കളിക്കാൻ. അപ്പോൾ ഏതാണെങ്കിലും കുറച്ച് നേരം കൂടി ഞങ്ങൾ കളിച്ചു. പിന്നെ എല്ലാവരും അവശതയായപ്പോഴത്തേക്കും പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു.